ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടെ നിൽക്കുന്ന കെയർ ടേക്കേഴ്സ് ബോട്ടിൽ ഫീഡിങ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പാല് കുറവാണ്, അവർക്ക് വിശപ്പുണ്ടാവും, അപ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും കുഞ്ഞിന് അത്യാവശ്യമായ കാര്യം. കുഞ്ഞിൻ്റെ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് വരുമ്പോഴാണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ കുഞ്ഞ് ലാച്ച് ചെയ്യുകയും ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫെഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പാലുണ്ടാവുന്നതും അതുപോലെ കുഞ്ഞിന് അതിൻ്റെ ഹെൽത്തിനും ഹോർമോണൽ കറക്ഷൻസും ഇമ്മ്യൂണിറ്റിയും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് കുഞ്ഞിന് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനി ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഇറഗുലർ പൊസിഷനിങ് ഒക്കെ കൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഈ എയർ കൂടുതലായിട്ട് കുഞ്ഞിന് ഉള്ളിൽ ചെല്ലാനും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ബ്ലോട്ടിങ്സ് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടായി കോളിക്ക് വയറുവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കുഞ്ഞിന് പ്രോപ്പറായിട്ടായിരിക്കത്തില്ല ഈ ഫീഡിങ്ങിൻ്റെ ഒരു ടെക്നിക്സ് ലൈക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതും രണ്ട് രീതിയിലായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും കൺഫ്യൂസ്ഡ് ആവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ളൊരു താല്പര്യം കുറയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും പിന്നീട് അവർക്ക് ആ ഒരു ബോട്ടിൽ ഫീഡിലേക്ക് മാത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് എപ്പോഴും കറക്റ്റായിട്ട് അവരുടെ ഒരു വിശപ്പ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാകാൻ നിങ്ങൾക്ക് പറ്റുകയുണ്ടാവില്ല. സോ ഇവരെ ചിലപ്പോൾ ഓവർ ഫെഡ് ചെയ്യാൻ അത് കൂടുതൽ ഓവറായിട്ട് അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അമ്മമാർക്ക് പാല് നാച്ചുറലായിട്ടും പാലായിരിക്കില്ല വരുന്നത്, കൊളസ്ട്രം എന്ന ഇതായിരിക്കും, അത് പാലിൻ്റെ രീതിയിലായിരിക്കില്ല. അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പാല് കുറവാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് കുട്ടിയെ ബോട്ടിൽ ഫീഡ് ചെയ്യിക്കാതെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യിക്കാൻ തന്നെ നോക്കുക. ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഫോർമുല ഫീഡ് ചെയ്യുക.